ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ്? പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷാ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വേണം. നിങ്ങൾ എന്നെ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? പരീക്ഷ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിന്നും മാറ്റി നിർത്താത്ത അല്ലെങ്കിൽ ഒഴിവാക്കാത്ത ഒരു ചോദ്യമാണ് എന്ത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. നമ്മളൊരു കവിത വായിച്ചിട്ട് അതെങ്ങനെ നമ്മൾ ആസ്വദിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലേ? ഒരു കവിത വെറുതെ വായിച്ചിട്ട് പോയാൽ പോരാ. അത് വായിച്ചിട്ട് ആരുടേതാണ്, അതിൻ്റെ ആശയം എന്താണ് അല്ലേ, ആ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗ ഭംഗികൾ, ആ കവിതയെ മനോഹരമാക്കാൻ ചേർത്ത ശബ്ദ ഭംഗികൾ അല്ലേ, അതിന് ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ അതിൻ്റെ സാമൂഹ്യ പ്രാധാന്യമുള്ള എന്തെങ്കിലും വിഷയമാണോ അത്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ, അതിൻ്റെ കാരണങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഒരു കവിതയ്ക്ക് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ചെറിയ ക്ലാസ് മുതൽ അല്ലേ, നമ്മൾ 4ാം ക്ലാസ് മുതൽ അങ്ങ് 8, 9 വരെ ആയാലും 10 വരെ ആയാലും ഒക്കെ നമ്മൾ തയ്യാറാക്കേണ്ട ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ് എന്നുള്ളത്. അപ്പോൾ ടീച്ചർ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കവിത കാണിച്ചു തരാം. എല്ലാ ക്ലാസ്സിലെ കുട്ടികൾക്കും പറ്റിയ കവിതയാണ് കേട്ടോ. മലയാളം കേൾക്കാൻ വായോ, മാമലകൾ കാണാൻ വായോ, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ. മലയാളം കേൾക്കാൻ വായോ, മാമലകൾ കാണാൻ വായോ, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ. മഞ്ജുളമീ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ, മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായോ. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ. ഒന്നല്ലോ മാനവർ നമ്മൾ, ഒന്നല്ലോ മാനവർ നമ്മൾ. സത്യചന്ദ്രൻ പൊയിൽക്കാവ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കൂടെ കവിയരങ്ങിനും ഒക്കെ ഉണ്ടാവുന്ന സത്യേട്ടൻ്റെ കവിതയാണ് ഇന്ന് നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കവിതകൾ എന്ന് പറയുന്ന കവിതകളിലുള്ള ഒരു കവിതയാണ് മലയാളം കേൾക്കാൻ വായോ എന്നുള്ളത്. മലയാള നാടിനെക്കുറിച്ച്, മലയാള നാടിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, അതുപോലെ ഈ ഒരു പ്രകൃതി അല്ലേ, നമ്മുടെ കേരള നാടിനെ കുറിച്ച് പറയുന്ന അതിമനോഹരമായൊരു കവിതയ്ക്ക് എങ്ങനെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതാണ് സത്യചന്ദ്രൻ പൊയിൽക്കാവ് എന്ന കവി. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുടെ കവിത തന്നെ ഈ ഒരു ആസ്വാദനക്കുറിപ്പായിട്ട് പരീക്ഷകളിൽ പഠിക്കാനുള്ളതാണ്. 7ാം ക്ലാസ്സിൽ ഇത് നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ള ഭാഗത്ത് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു കവിത എല്ലാ ക്ലാസ്സുകാർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് ടീച്ചർക്ക് തോന്നുന്നത്. കാരണം ഇന്ന് കവിത തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു കവിത തരാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കുക എന്നതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കവിതയുടെ ആശയം എഴുതണം. കവിതയുടെ ആശയം എഴുതണം അല്ലേ? കവിതയുടെ ആശയം എഴുതണം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ സത്യചന്ദ്രൻ പൊയിൽക്കാവിൻ്റെ കുട്ടിക്കവിതകളിൽ നിന്നെടുത്ത മലയാളം കാണാൻ വായോ എന്ന മനോഹരമായ കവിതയിലെ വരികളാണിത്. ആരാണ് കവി എന്ന് നമ്മൾ എഴുതി, അത് കഴിഞ്ഞിട്ട് കവിതയുടെ പേരും നമ്മൾ എഴുതിയില്ലേ, അത് എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് കവിതയിൽ പറയുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് എഴുതുക. ആശയം കൊണ്ടും ലളിതസുന്ദരമായ വാക്കുകളുടെ പ്രയോഗ ഭംഗി കൊണ്ടും ഈ കവിത ആസ്വാദകരുടെ മനം കവരുന്നതാണ് എന്നും പറഞ്ഞിട്ട് ആശയത്തിലേക്ക് പോകാം. മാമലകളും മഴ പെയ്യുമ്പോഴുള്ള പുഴയുടെ മയിലാട്ടവും കാണാൻ കവി നമ്മെ വിളിക്കുന്നു. മലയാള നാടിൻ്റെ സൗന്ദര്യത്തിലേക്കാണ് കവി സഹൃദയം നമ്മെ ക്ഷണിക്കുന്നത്. കവിതയുടെ ആദ്യത്തെ വരികൾ നാടിൻ്റെ നിത്യ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്നു അല്ലേ? മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം, ഈ വരികളിൽ പ്രകൃതിയുടെ മനോഹാരിതയും തുടിപ്പും കാണിക്കുന്നു. മഞ്ജുളമീ നാട്ടിൽ മാധവകാലങ്ങളെ
എന്ന വരിയിലൂടെ പഴയ കാലത്തിൻ്റെ സ്മരണയും പ്രാചീനതയുടെ പെരുമയും വ്യക്തമാക്കുന്നു. വയലിൽ കിന്നാരം പറയുന്ന കാറ്റ്, പുഴയുടെ മയിലാട്ടം തുടങ്ങിയ വരികളിലെ പ്രയോഗഭംഗിയും, അല്ലേ, കാറ്റ് കിന്നാരം പറയുന്നു എന്ന് പ്രയോഗിക്കുന്നുണ്ട് കവി. പുഴയുടെ മയിലാട്ടം, അല്ലേ, ആ പുഴയുടെ ഭംഗിയെ കാണിക്കുന്നു. മയിലിനാണ് എന്ത് നൃത്തം ചെയ്ത്, അല്ലേ, ഇത് കാണുമ്പോൾ മയിൽ നൃത്തം ചെയ്യുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ പുഴയുടെ മയിലാട്ടം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ തുടങ്ങിയ വരികളിലെ പ്രയോഗഭംഗിയും താളഭംഗിയും കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നു, അല്ലേ. പ്രകൃതി സൗന്ദര്യത്തെ, കാലത്തിൻ്റെ പരിണാമങ്ങളെ മനോഹരമായി ആവിഷ്കരിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ സുഖമനോഹരമായ കാഴ്ചകളും സ്വരങ്ങളും ആസ്വദിക്കാൻ ഈ കവിത ക്ഷണം നൽകുന്നു. അതായത് ഈ കവിതയ്ക്ക് കഴിയുന്നു എന്നും വേണമെങ്കിൽ പറയാം, അല്ലേ. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ ഒന്നല്ലോ മാനവർ നമ്മൾ എന്നാണ് പറയുന്നത്. ഈ വരികളാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏത് കവിതയാണോ തന്നത് ആ കവിതയിൽ ഇഷ്ടവരികൾ മക്കളെ എഴുതുക. പൊന്നോണക്കാലത്തെ മനസ്സ് തണുപ്പിക്കുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ മാനവരെ എല്ലാവരെയും വരികളിലൂടെ കവി വിളിക്കുന്നു. മാനവർ എല്ലാവരും ഒന്നാണെന്നുള്ള മഹത്തായ സന്ദേശവും ഈ വരികളിൽ തെളിയുന്നു എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ സ്വന്തം അഭിപ്രായം നമ്മളിവിടെ എഴുതിയതാ. മാനവർ എല്ലാവരും ഒന്നാണെന്ന മഹത്തായ സന്ദേശവും, അല്ലേ, ഈ വരികളിൽ തെളിയുന്നു. ഈ കവിതയ്ക്ക് അതിമനോഹരമായിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്കും കഴിയും. അപ്പോൾ ഏത് കവിത വന്നാലും ആ കവിത ആരുടേതാണ്, ഏതാണ് കവിത എന്നും നിങ്ങൾ എഴുതുക. പിന്നെ കവിതയുടെ ആശയം, പിന്നെ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില ഭംഗികൾ, അതിനെ മനോഹരമാക്കാൻ വേണ്ടി കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗഭംഗികളും ശബ്ദഭംഗികളും. അപ്പോൾ ഇത്രയാണ് ടീച്ചർക്ക് ഈ ഒരു കവിതയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യണം. നമ്മുടെ ബാച്ചൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യണം. ഈ ഒരു സ്ക്രോള് അതിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ മാരത്തോൺ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണാം, കാരണം പരീക്ഷയ്ക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ലൈവ് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.